അധ്യായത്തിന്റെ 34 മുതലുള്ള വചനങ്ങളില് പ്രകാരം വചനം പറയുന്നുണ്ട് 3 കെണികളെ കുറിച്ച്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിപതിക്കും. സംഭവിക്കാതിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. സദാ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. വേദനയോടെ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. 3 കെണിയെ കുറിച്ച് പറയുകയാണ്. 1 സുഖലോലുപത, 2 മദ്യാസക്തി, 3 ജീവിത വ്യഗ്രത. ഇന്ന് ഈ ലോകം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് മദ്യത്തിന്റെയും ലഹരിയുടെയും ഉപയോഗങ്ങൾ വളരെയധികം വർദ്ധിച്ച് ലഹരിക്ക് അഡിക്ഷനായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ അമുഖമായി പറഞ്ഞു, ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ ലഹരിയാണ് ഈ കൊച്ചു കേരളത്തിൽ ഒഴുകപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയുകയാണ്, ഇതൊരു കെണിയാണ്. ഈ മദ്യത്തിന്റെ ലഹരിയുടെ ഉപയോഗങ്ങൾ വർദ്ധിക്കുന്നത് ഇതൊരു കെണിയാണ്. ഇന്ന് സുഖലോലുപതയുടെ ഒരു കാലഘട്ടം. ആർക്കും സഹനം എടുക്കാൻ സമയമില്ല. ഇന്ന് വേദനയോടെ പ്രാർത്ഥിക്കുന്നവരില്ല. ഇന്ന് ജീവിത വ്യഗ്രതയില്, നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലും നമ്മളെല്ലാം കഴിയുമ്പോൾ ഇതെല്ലാം ഒരു കെണിയാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 തീമോത്തിയോസിന്റെ പുസ്തകത്തില് 3-ാമത്തെ അധ്യായത്തില് ഈ കാലഘട്ടത്തില് മനുഷ്യരിൽ രൂപപ്പെടുന്ന ഒത്തിരിയേറെ സ്വഭാവത്തെ കുറിച്ചുള്ള വചനഭാഗങ്ങളുണ്ട്. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട തിരുവചനങ്ങളാണ്. 2 തീമോത്തിയോസിന്റെ പുസ്തകത്തില് ഇവിടെ 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ അവസാന നാളുകളിൽ മനുഷ്യരിൽ, ലോക ജനതയിൽ രൂപം കൊള്ളുന്ന 15 തരം തിന്മയുടെ സ്വഭാവത്തെ കുറിച്ച് 2000 വർഷം മുമ്പേ ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാം വരവിന് മുമ്പ് വലിയ ക്ഷാമങ്ങള്, പകർച്ചവ്യാധികള്, യുദ്ധങ്ങള്, ക്രൈസ്തവ പീഡനങ്ങള്, വിശ്വാസ ത്യാഗങ്ങള്, ക്ലേശങ്ങൾ വരുമെന്ന് വചനം പറയുകയാണ്.